വർക്കലയിൽ CPM വിട്ട് BJPയിൽ ചേർന്ന സ്മിത സുന്ദരേശൻ എന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന സ്മിത സുന്ദരേശൻ ഇന്നലെയാണ് BJP അംഗത്വം സ്വീകരിച്ചത്. ഇതോടെ BDJസിന് BJP നൽകിയ സീറ്റ് തിരികെ ഏറ്റെടുത്തു. വർക്കല മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന സ്മിത സുന്ദരേശൻ പാർട്ടി വിട്ടത് CPM പ്രാദേശിക നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട്. ജില്ലയിലെ മുതിർന്ന നേതാവ് സുന്ദരേശന്റെ മകളാണ് സ്മിത സുന്ദരേശൻ. സ്മിത സുന്ദരേശന്റെ സ്ഥാനാർത്ഥിത്വം വർക്കലയിൽ ചലനമുണ്ടാക്കില്ലെന്ന് LDF സ്ഥാനാർത്ഥി V. ജോയ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. അല്ല, വലിയ കാര്യമല്ല. അത് അവർ ആറ്റിങ്ങൽ മണ്ഡലത്തിനകത്താണ് അവരുടെ താമസമല്ല. ഇവിടെ അങ്ങനെ വലിയ ബന്ധങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ബ്ലോക്ക് പഞ്ചായത്തിലുണ്ടായിരുന്നു എന്നുള്ള വാസ്തവമാണ്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കാണേണ്ടതായിട്ട് വരും. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഓരോരുത്തരെയും ആ നിലയിലാണല്ലോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് അത് വലിയ ചലനമൊന്നും ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നില്ല. BJPയുടെ വോട്ട് അവർക്ക് സമാഹരിക്കാൻ കഴിയുമെങ്കിൽ നന്ന്. സേഫ് സൈലാബ്ദീൻ വിവരങ്ങൾ നൽകും. സേഫ് എന്തായാലും ആറ്റിങ്ങലിലാണ് സ്മിത ഉള്ളത്. അതുകൊണ്ട് തന്നെ വർക്കലയിൽ വലിയ ചലനം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന CPM തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് സ്മിതയുടെ ഈ പൊടുന്നനെയുള്ള BJP സ്ഥാനാർത്ഥിത്വം, CPMൽ നിന്നുള്ള മാറ്റം, അതൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അവർ CPM പ്രവർത്തകയായിട്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന മേഖലയാണ് ജിൽസി വർക്കല. അവർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഒറ്റൂർ ഡിവിഷനിലെ അംഗമായി പ്രവർത്തിച്ച് വരികയാണ്. CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. ആ രീതിയിൽ വർക്കല മേഖലകളിൽ സ്മിത സുന്ദരേശന് കുറച്ച് ബന്ധങ്ങൾ ഉണ്ട്. അത് അവർ CPMന്റെ കുറച്ച് വോട്ട് പിടിച്ചുകൊണ്ട് പോകുമോ എന്ന ആശങ്ക CPM നേതൃത്വത്തിനുണ്ട്. BJP കരുതുന്നത് CPMന്റെ കുറച്ച് വോട്ട് സ്മിത സുന്ദരേശനിലേക്ക് വരും എന്നുള്ളതാണ്. ഈ സീറ്റ് BDJസിന് BJP നേരത്തെ നൽകിയിരുന്നതാണ്. എന്നാൽ പിന്നീട് ഏറ്റെടുത്താണ് ഇപ്പോൾ സ്മിത സുന്ദരേശനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. CPM നേതൃത്വം ഇവരുടെ പോക്കിനെ കുറിച്ച് പറയുന്നത്, ഇവർ നേരത്തെ തന്നെ BJP നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അവർ BJPയിൽ ചേർന്നത്. മെനഞ്ഞാന്ന് V. ജോയ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി പോയ സമയത്തും അതുപോലെ അതിനുശേഷം ഉച്ചയ്ക്ക് ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയായ OS അംബികയുടെ സ്ക്വാഡ് പ്രവർത്തനത്തിലും സ്മിത സുന്ദരേശൻ സജീവമായിരുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെയാണ് BJPയിലേക്ക് പോകുന്നുവെന്ന വിവരം പരസ്യമായി വരുന്നത്. ഇതിനിടയിൽ തന്നെ CPMന്റെ ചില ആൾക്കാർ ഇതിനോടകം തന്നെ ഈ വിഷയം അറിഞ്ഞിരുന്നു. അതോടുകൂടി BJPയിലേക്ക് പോകുന്നതെന്ന് തടസ്സപ്പെടുമോ എന്ന ആശങ്ക സ്മിതയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് CPM നേതാക്കൾ പറയുന്നുണ്ട്. എന്തായാലും പൈസ വാങ്ങിയിട്ടാണ് അവർ പോയത് എന്നുള്ള ആരോപണം കൂടി CPM നേതാക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ CPM കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തന്നെ അവഗണിക്കുകയാണ്. അനാവശ്യമായ കാര്യങ്ങൾക്ക് പേരിൽ തനിക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോവുകയാണ്. മണമ്പൂർ ഡിവിഷനിൽ CPMന്റെ സ്ഥാനാർത്ഥി തോറ്റതിന് താനാണ് കാരണക്കാരി എന്ന തരത്തിൽ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി തുടങ്ങിയ ആരോപണങ്ങളാണ് സ്മിത സുന്ദരേശൻ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് CPM നേതൃത്വം തന്നെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പാർട്ടി വിട്ടിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ അതൊരു ചെറിയ സ്വാധീനം ഉണ്ടാക്കും എന്നാണ് BJPയുടെ പ്രതീക്ഷ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ഉണ്ടാക്കില്ല എന്ന് CPM നേതൃത്വവും കണക്ക് കൂട്ടുന്നുണ്ട്. സ്മിത സുന്ദരേശൻ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടത്തേക്ക് വർക്കല ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവത്തിന്റെ കൊടിയേറ്റാണ്, അവിടത്തേക്ക് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രതികരണം നമ്മൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കുന്നതായിരിക്കും. ജിൽസി.